ഈ പരിപാടിയുടെ മഹനീയ അധ്യക്ഷൻ CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ KK രാഗേഷ്, ഇവിടെ എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ പിണറായി, ആ പുസ്തകം ഏറ്റുവാങ്ങിയ മലയാളത്തിൻ്റെ ചെറുകഥയുടെ കുലപതിയായിട്ടുള്ള പ്രിയപ്പെട്ട പപ്പേട്ടൻ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ കടന്നപ്പള്ളി, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി MLA, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ ശ്രേയസ് കുമാർ, ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ശ്രീമതി R രാജശ്രീ, മറ്റ് വിശിഷ്ടാതിഥികളെ, സഹോദരീ സഹോദരന്മാരെ, ഇവിടെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും യഥാർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അഭിമാനകരമായ മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഞാൻ സശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നതുപോലെ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് തീർച്ചയായും സന്തോഷകരമാണ്. അതുപോലെ തന്നെ സാഹിത്യരംഗത്തെ കുലപതിയായിട്ടുള്ള പപ്പേട്ടൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അമൂല്യമായ വിലയാണ്. ഇവിടെ വ്യത്യസ്ത മേഖലകളിലെ നേതാക്കൾ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അവരുടെ എല്ലാ അഭിപ്രായങ്ങളോടും അവർ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആത്മകഥ എഴുതാൻ ചിന്തിച്ചതേയില്ലായിരുന്നു. ഇങ്ങനൊരു പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് എൻ്റെയൊക്കെ അടുത്ത സഹപ്രവർത്തകർ, വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന പലരും, അതുപോലെ തന്നെ ഒട്ടനവധി സുഹൃജനങ്ങൾ, ചില പാർട്ടി നേതാക്കൾ, അവരെല്ലാം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ജീവിതം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കാണ്. നമുക്ക് ശേഷം നമ്മെക്കുറിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അതുകൊണ്ട് ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കണം, എഴുതണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഒരു ഡയറി എഴുതുന്ന ശീലം എനിക്കുണ്ടായിരുന്നില്ല. അതെനിക്ക് ചെറുപ്പത്തിലേ ഇല്ല, ഒരു ഡയറിയേ ഇല്ല. പക്ഷെ എൻ്റെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൻ്റെ എല്ലാം സഹായിച്ചിട്ടുള്ളത്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒട്ടനവധി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞത് മാത്രമല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടനവധി നടത്തി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ ജനങ്ങൾക്കിടയിലൂടെ നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം വേട്ടയാടലുകളാണ് എനിക്ക് നേരെ ഉണ്ടായത്. ഞാൻ ചിന്തിക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടാകുമാകുമോ എന്ന് പോലും സംശയമാണ്. പിണറായിയെ പോലെയുള്ള ഉന്നതരായ നേതാക്കൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, അതിൻ്റെ കരുത്തും ശക്തിയുമുണ്ട്. പക്ഷെ എത്രമാത്രം ആക്രമണങ്ങളാണ്, എന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. പക്ഷെ ഞാൻ കണ്ടെത്തുന്നത് അത് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും
CPM-നെ തകർക്കാനുള്ള സംഘടിതമായ നീക്കത്തിൻ്റെയും ഭാഗമാണ്. കെട്ടിച്ചമച്ച എത്രമാത്രം കഥകളാണ്. എനിക്ക് ഞാൻ തൃശ്ശൂരിൽ പാർട്ടി സെക്രട്ടറിയായി കുറേ കാലം അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ട് ഈ തൃശ്ശൂരിലെ ശോഭാ സിറ്റി എന്ന് പറയുന്നത് കോടീശ്വരന്മാർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ആ ശോഭാ സിറ്റിയിൽ എനിക്ക് വീടുണ്ട് എന്ന് എഴുതിയതല്ലേ ഇവിടുത്തെ ചില പ്രധാന പത്രങ്ങൾ. എന്നാൽ പിന്നീട് അത് ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്തിയിട്ടുണ്ടോ? എനിക്ക് ശോഭാ സിറ്റിയിൽ വീട്, ഇവിടെ തന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ, എൻ്റെ വീട്ടിൻ്റെ ഗേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പടമെടുത്ത് പ്രസിദ്ധീകരിച്ചില്ലേ?